പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീസസ് ഓഫ് നാസറത്ത്, നസ്രായന യേശു, അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. ഇതൊക്കെ കുറച്ച് പേർക്ക് അറിയാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആദ്യം 77 ഇറങ്ങിയ സിനിമയാണത്. ഞാനൊരു 6 പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ 6 മണിക്കൂറുണ്ട് ആ സിനിമ. പലപ്പോഴായിട്ട് കണ്ടതാ. ബാക്കി എല്ലാ സിനിമയും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളേ. പക്ഷെ ഈ സിനിമ 6 മണിക്കൂറുണ്ട്. നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനില്ലേ, ബൈബിളിൻ്റെ സഭ ഉപയോഗിക്കുന്ന ഭദ്രമായ ഒരു തർജ്ജിമയാണത്. അതിൻ്റെ ഇതിനകത്തുള്ള എല്ലാ ഡയലോഗും ആ ബൈബിളിലുള്ളതാണ്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്കും സത്യസന്ധമായിട്ട് പഠിക്കുന്നവർക്കും ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പോലെയാണല്ലോ പലപ്പോഴും പല തർജ്ജിമകളും വ്യൂസാണ്. ഇത് വളരെ സ്റ്റാൻഡേർഡ് വെർഷനാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കാണുകയും ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് യൂദാസ് വരുന്നൊരു ഭാഗമുണ്ട്. യൂദാസ് വരുന്ന ഭാഗം ഈ അപ്പോസ്തലന്മാരൊക്കെ ഈശോ സന്ധ്യ നമസ്കാരത്തിലാണ്. അത് രസമാണ് ഫ്രാങ്കസ് സെഫ്രേലി ഇത് അവതരിപ്പിക്കുന്നത്. അത് ഈശോ എന്തോ ഒരു ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, കാലം നീട്ടിക്കൊണ്ട് ഒരു പ്രത്യേക ലൂസ്ഡ് സ്റ്റൈലിലിരിക്കുക. പക്ഷേ ഈശോയുടെ 2 കൈകൾ കൊണ്ട് ഈശോ മുഖം ഇങ്ങനെ പൊത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ അടുത്ത് കാണുന്ന അവർ അപ്പോസ്തലന്മാരൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണല്ല. അവിടുത്തെ തീ കൊണ്ട് അല്ലാതെ തന്നെ തണുപ്പിന് തീ ഇട്ടിട്ടുണ്ട്. ഈ തീ ഇങ്ങനെ ഇളകി കത്തണുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാര വിജൃംഭിതമായ ആന്തോളനങ്ങളൊക്കെ ഈ തീ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ അടിക്കുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫീലാണത്. ശരിക്കും ഒരു സ്ഥിര വെളിച്ചമല്ല, കുറച്ച് തീയുടെ ഇളകുന്ന ഒരു പ്രകാശം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ചൂടും പൊള്ളലും ഒക്കെ ഈശോ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ. തീ വളരെ അടുത്ത. അപ്പോഴാണ് ഇരുട്ടത്ത് കൂടി ഒരാൾ വരണത്. അയാളങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ കണ്ണ് തുറക്കുമ്പോൾ ഇയാളെ കാണും. അപ്പം അയാൾ ഈശോയോട് പറയും, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വാണ്ട് യു ഡിസൈപ്പിൾ, എനിക്ക് നിൻ്റെ ശിഷ്യനാകണം. അപ്പം അതിൻ്റെ പ്രത്യേകത, മറ്റെല്ലാ അപ്പോസ്തലന്മാർ ഈശോ വിളിച്ചതാ, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മാത്രമാണ് വന്നിച്ചു ഐ വാണ്ട് ഫോളോ യു എന്ന് പറയണത്, എനിക്ക് നിന്നെ. ഫ്രാങ്കസ് സെഫ്രേലിയുടെ ഒരു ബാലൻസ് ഓഫ് പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഈശോ ആണെങ്കിൽ ഇതിന് യേസും പറയത്തില്ല, നോയും പറയത്തില്ല. ഈ കൈ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പുറത്ത് നിൽക്കുന്ന ആളാരാണെന്ന്? അതാണ് യൂദാസ്. അപ്പോൾ യൂദാസ് വരുന്നുണ്ടെന്ന് ഈ കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഹീസ് കമ്മിങ് എന്ന്. അപ്പോൾ ഈശോ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഈ വരുന്ന തിന്മയെ കാണുന്നുണ്ട് ശരിക്കും. എന്നിട്ട് അപ്പോൾ ഞാൻ ഇത് കാണുമ്പോഴേക്കും ഈശോ എന്ത് പറയുമായിരിക്കും ഇയാളോട് എന്ന് പറയുമ്പോൾ ഈശോ ഒന്നും പറയത്തില്ല ഇയാളോട്. ഇയാൾ പോകാതെ അങ്ങനെ നിൽക്കും അവിടെ ആ ഇരുട്ടത്ത്. അപ്പോൾ ഈശോ അയാൾ പറയും, യു ക്യാൻ സ്റ്റേ വിത്ത് മീ. വളരെ ഇങ്ങനെ അളന്ന് തൂക്കി ഇങ്ങനെ പറയും. നമ്മുടെ ചങ്ക് പതറിപ്പോകും നമുക്ക്. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയണത്. അതാണ് നമുക്ക് വിഷമം ഉണ്ടാകണത്. ഇത് ഈശോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക്
എൻ്റെ കൂടെ താമസിക്കാം. അപ്പോഴേ ചില സമയത്തെ അന്ത്യത്താഴ സമയത്ത് യോഹന്നാൻ തന്നെ ഒറ്റുകൊടുക്കാനിരുന്നവൻ ആരെന്നും അവന് നേരത്തെ അറിയാമായിരുന്നു ഒരു വാക്കുണ്ട്. യോഹന്നാൻ 13:11 തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പൊ അവൻ ഈശോയ്ക്ക് ആളെ അറിയാമായിരുന്നു. അതാണ് വിഷയം. അതാ ഇപ്പോഴല്ല, ആദ്യമായി വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഈ ഫ്രാങ്കോ സെഫ്രേലി പറഞ്ഞു വെക്കണത്. ഇത് ഈശോയുടെ ഒരു പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ പൊതുപ്രശ്നമാണ്. നമ്മൾ ദൈവമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടിയുള്ള അറിവുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായ ഡീലുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഒക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് യോഹന്നാൻ 6:6 അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. ആ 5 അപ്പം വർദ്ധിപ്പിക്കാൻ അപ്പവേ ഇവർക്ക് എവിടെ നിന്ന് അപ്പം കിട്ടുമെന്നൊക്കെ ചോദിക്കണില്ലേ? അപ്പം ഇവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലേ ഈ വിഷയത്തിന് സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് കർത്താവിന് അറിയാം. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഈ നേരത്തെ എന്നുള്ള വാക്ക് ഒരു അപകടം പിടിച്ച വാക്കാണ്. നമ്മൾ പലപ്പോഴും ചെന്ന് പണി മേടിക്കണ ഈ ഒരു വാക്കിലാണ്. യോഹന്നാൻ 3:18 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ നേരത്തെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കായിക മൂലം. ഇപ്പം നമ്മളിപ്പോൾ ഉടമ്പടി എടുക്കണം തന്നെ വിചാരിക്കുക. നിങ്ങൾ ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അത്രയും നേരം കെട്ടിക്കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ചുമ്മാ വല്ല കാശ്മീരിലാ വല്ല ഗോകർണത്തോ ഇരുന്നുകൊണ്ട് ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം തന്നെ ഓഫർ ലെറ്ററും പണവും കാശും എല്ലാം ഇവിടെയെല്ലാം തെറ്റിപ്പോയി കെട്ടിക്കിടന്ന് തടസ്സമായി കിടന്ന് അതെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ചീപ്പൂരി വിടണ പോലെ തന്നെ കാണാം. എന്താ കാര്യം? കാരണം അയാൾ ഉടമ്പടി എടുത്താൽ ശരിയാകുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് ഇന്ന് വിഷയം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉടമ്പടി കുറേ ആൾക്കാർ ലാഗ് ചെയ്യണില്ലേ, തടസ്സം. അതിൻ്റെ കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ദിവസം അറിയാം. ഇത് പോയാൽ പോന്തോടിയ വെയിൽ വരെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് സത്യസന്ധമായിട്ട് വിശ്വസ്തത കാണിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ അങ്ങനെ ഒരു പണി മേടിക്കുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്ത് ഉടായ്പ് കാണിച്ചാലും കർത്താവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വെടിപ്പും മെനയുമായിട്ട് വൃത്തിയും വിശുദ്ധിയുമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന് പണി എളുപ്പമാവും. നമ്മളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടണത്, നമ്മുടെ ഉടായ്പ് കാരണം. അതുകൊണ്ട് വളരെ എന്തെങ്കിലും തരത്തിൽ ഒരു അലംഭാവം ഉടമ്പടിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ആ പഴയ പവറിലേക്ക് വരാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ സാക്ഷിപീഠത്തിലേക്ക് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോന. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ്. ഞാൻ സെൻറ്റ് ജോൺസ് നെപ്പംസിയാനോസ് വടക്കങ്കര പള്ളി ഇടവകാംഗമാണ്. ഞാൻ 2025 ജൂലൈ 16 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് എടുക്കാനുണ്ടായ കാരണം 2024 ഞാൻ ജർമ്മൻ B2 എക്സാം ഫുൾ മൊഡ്യൂള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മുഴുവൻ തടസ്സങ്ങളായിരുന്നു. തടസ്സങ്ങൾ പറയാൻ എനിക്ക് മാത്രം ഇൻ്റർവ്യൂ എല്ലാം പാസ്സായെങ്കിലും എൻ്റെ കോൺട്രാക്റ്റോ എനിക്ക് മുന്നോട്ടൊരു
മുന്നോട്ടൊട്ടും എൻ്റെ പേപ്പർ നീങ്ങുന്നില്ല. എൻ്റെ കൂടെ എഴുതിയവരും പാസ്സായവരും അത് കഴിഞ്ഞെഴുതി പാസ്സായവരും ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും ശരിയാവുന്നില്ല. ഏകദേശം 1 വർഷത്തിനടുത്ത് ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ നിന്നു. അപ്പോഴെല്ലാം ഞാൻ ഡെയിലി രാവിലെ ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ അന്ന് ഞാൻ കൂടുമായിരുന്നു. കാരണം അത് കൂടാനുള്ള കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, പഠിക്കുന്ന ഒരു ചേട്ടൻ, പുള്ളി എനിക്ക് ജർമ്മൻ കൃപാസനം പത്രവും മലയാളം കൃപാസനം പത്രമൊക്കെ കൊണ്ട് തന്നിട്ട് പറയുമായിരുന്നു ചേട്ടൻ അവിടെ പോകുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിങ്ങനെ ഡെയിലി ബ്രെഡ് രാവിലെ എല്ലാ ദിവസവും ഞാനിങ്ങനെ കൂടുമായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കണം, അതായത് എടുക്കാത്തവരോട് എടുക്കണം എന്നുള്ള രീതിക്ക് അച്ഛൻ ഒരു മോട്ടിവേഷൻ പോലായിരുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അതിൻ്റെ ബാക്കി അതിൻ്റെ ഇമ്പോർട്ടൻസും അതെടുത്താലുള്ള എന്താ പറയുക മുന്നോട്ടുള്ള കിട്ടാവുന്ന അനുഗ്രഹങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. എപ്പോഴും എനിക്ക് തോന്നിയില്ല എടുക്കാൻ. കാര്യം എൻ്റെ തോന്നൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ എന്തിനു ഉടമ്പടി എടുക്കണം? ഉടമ്പടിയിൽ എടുക്കേണ്ടത് ഒത്തിരി വലിയ ജീവിത പ്രശ്നങ്ങളുള്ളവരല്ലേ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിനു വേണ്ടി ഞാൻ പോയി ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഞാൻ ഓർത്ത് എങ്കിൽ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് ഓർത്ത്. അതാകുമ്പം അത് വെച്ചിരിക്കുന്നത് ഈ എന്താ പറയുക ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റാത്ത പഠിക്കുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെപ്പോലെ ഇവിടെ അടുത്ത് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അടുത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾ ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി എടുത്തിട്ട് അതിലാകെ ഞാൻ ബൈബിളൊക്കെ വായിക്കും. ബൈബിൾ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. കുർബാന എല്ലാ ദിവസവും ഉടമ്പടിക്ക് മുമ്പ്, അതായത് ഈ പാസ്സാകുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. കാര്യം അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാവിലെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അവിടെയുള്ള പള്ളിയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഈ പ്രോസസ്സിങ് ലേറ്റ് ആയപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു പോകാറായില്ലേ എന്ന് ചോദ്യം കേട്ട് ഞാൻ ആകെ സങ്കടിച്ച് പള്ളിയിലോട്ട് കയറുമ്പോഴേ ഇതാ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കരച്ചിൽ വരാമെന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് കുർബാന കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കേൾക്കുന്നു, എല്ലാവരും കാണുമ്പോൾ ഒരു സഹതാപ നോട്ടത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പേപ്പർ കൊടുത്ത് അവിടുന്ന് ഞാൻ പേപ്പർ പതിയെ മാറ്റി. അവർ പറഞ്ഞു സോനയുടെ പേപ്പർ ശരിയാവാൻ താമസം എടുക്കും, വേണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാനപ്പോൾ അങ്ങനെ മാറ്റി ജർമ്മനിയിലുള്ള ഒരു ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തു. അതെനിക്ക് ഇന്നും വിശ്വാസമുണ്ട്, മാതാവ് എനിക്ക് കൊണ്ടുതന്ന ആളാണ്. കാര്യം അത് പറയാൻ കാര്യം ആ ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു ഏജൻസിയിൽ പേപ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരത്രയും എല്ലാം ചെയ്യുന്നത് ഒരു എന്താ പറയുക നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊന്നും അല്ല അവരില്ല. അവരവരുടെ എന്താ പറയുക ഓഫീസിൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് എല്ലാം ചോദിക്കുന്നത്, ഇൻ്റർവ്യൂ നടത്തുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഇതെൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്ന പോലെ എല്ലാം ഓപ്പണായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലും അങ്ങനെയാണ്. എൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ പേപ്പറെല്ലാം പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓൾറെഡി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മേടിച്ചു. ഞാനപ്പോൾ അപ്പോഴും ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് കൊടുത്ത് പേപ്പർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ കോൺട്രാക്റ്റ് തരാമെന്നുള്ള രീതിക്ക് ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സോന ഇന്ത്യൻസിനെ അങ്ങോട്ട് അവർക്ക് എടുക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം തുടങ്ങുന്നത് ഭയങ്കര എന്താ പറയുക തടസ്സം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒന്നും ശരിയാവുന്നില്ല. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നുള്ള ചോദ്യം എല്ലാ വർഷങ്ങളും മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ യൂസ് ഇല്ല. ഇതുകൊണ്ട് ഓരോ ആൾക്കാർ ഈ B2 എക്സാം എത്ര കഷ്ടപ്പെട്ടാണ് പാസ്സാവുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഇവരിത് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ കരഞ്ഞ് ഫോണിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ ജർമ്മൻ 2-3 ദിവസം ഇങ്ങനെ പഠിപ്പിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു. ആൾ ഇവിടെ ഉടമ്പടി എടുത്ത ആൾ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ആൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെനിക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഉടമ്പടി തിരിയിൽ മാതാവിൻ്റെ അടയാളം ഇങ്ങനെ എനിക്ക് അയച്ചു തന്നു ഫോണിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു അവളോട് നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചിക്ക് എടുക്കണമെന്ന് ചോദിച്ചു ഉടമ്പടി. ഞാൻ ചോദിച്ചത് നീ എടുത്തതല്ലേ എന്ന്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് എടുക്കണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു എന്നെ വിളിക്കുക മാതാവ് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഇവിടെ വരുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഉടമ്പടി നമ്മുടെ വിഷയം നടക്കാൻ വേണ്ടി മാത്രമല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി ഒരാളായിട്ട് എന്നെ മാതാവ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ 7 എന്നൊരു നമ്പർ എപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലും അതുപോലെ ഇങ്ങനെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു 7-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റ് വരും, അല്ലെ 7-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ വരും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ല.
ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനം എടുത്തത് ജൂലൈ 7-ാം തീയതി ആയിരുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം അന്ന് ഞാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അതുപോലെ തന്നെ നിന്ന് പോയേനെ. ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ഈ 7 എന്നുള്ള നമ്പർ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് 7-ന് ഉടമ്പടി എടുക്കാൻ അന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ പറഞ്ഞു, അവൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി നമുക്ക് നേരത്തെ പോവാം എന്ന് പറഞ്ഞു. അവൾ നേരത്തെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വൈകിപ്പിക്കണ്ട, ഒരു തീരുമാനം എടുത്തില്ലേ, ഇനി ഇവിടെ വന്ന് മാതാവിൻ്റെ കൊടുത്താൽ മതി, മാതാവ് നോക്കിക്കോളും. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അത് ജൂലൈ 16-ാം തീയതി ഉടമ്പടി എടുത്ത് താഴെ ഇറങ്ങി അവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സുഗന്ധാഭിഷേകം എന്താണെന്ന് അറിയുന്ന. ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര മെസ്സേജ് ഫോണിൽ, സോന വേഗം ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചതാ, ഇപ്പോൾ ഉടനെ കഴിക്കണമെന്ന് പറഞ്ഞ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എല്ലാം അയച്ചു കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ വന്നു. 2 ദിവസം കഴിഞ്ഞ് ജൂലൈ 27-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റും വന്നു. പെട്ടെന്ന് സംഭവം നടന്നു. പക്ഷേ അത് അച്ഛൻ പറയുന്ന പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലായിരുന്നു. കാരണം നമ്മൾ ഉടമ്പടി എല്ലാവരും എടുക്കും, നമുക്ക് നമ്മുടെ ഉടമ്പടി വർക്കാകുമെന്ന് നമ്മളെ കാണിക്കും. നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലുണ്ട്. അതായിരുന്നു അത് വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി ഉഴപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മുന്നോട്ട് പിന്നെ ഇരട്ടി നമുക്ക് തടസ്സങ്ങളായിരിക്കും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്തതല്ല. എൻ്റെ ഇതുകൊണ്ട് സാഹചര്യം കൊണ്ട് ഞാൻ ഉടമ്പടിയേക്കാളും കൂടുതൽ പിന്നെ അങ്ങോട്ട് എൻ്റെ വിഷയത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. ഞാൻ ഉടമ്പടി പത്രമൊക്കെ കൊടുക്കാൻ താമസിച്ചു. അതെല്ലാം വീട്ടിലങ്ങനെ വെച്ചു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഡേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും ഉപയോഗിച്ചില്ല. ശരിക്കും ഉപയോഗിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഒന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെയാണ് അത് ഉപയോഗിച്ചത്. തെറ്റായിപ്പോയി ചെയ്തത്. അപ്പം വെച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 45 ദിവസം കൊണ്ട് വരേണ്ട എൻ്റെ പാസ്പോർട്ട് അത്രയും ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പം ഞാനിവിടെ വന്നു, ടോക്കൺ എടുത്തു, അച്ഛൻ്റെ അടുത്ത് അൾത്താരെ വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞ്, നീ നിൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ പറഞ്ഞു. ഉടമ്പടി ചെയ്താൽ മതി, നമ്മുടെ മെറിറ്റിലല്ല സംഭവം വർക്ക്, നീ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് വന്നു. ഞാൻ എന്ത് കാര്യത്തിനാണ് അച്ഛനെ കണ്ടത് അത് നടന്നു. പാസ്പോർട്ട് എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞത് എന്താണെന്ന്. എൻ്റെ ഉടമ്പടി ശരിയല്ലായിരുന്നു. അത് കറക്റ്റാക്കാൻ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെയും റിപ്പീറ്റ് അത് തന്നെ ചെയ്തു. കാര്യം എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി, കരച്ചിലായി, നിരാശയായി. അതുകൊണ്ട് പിന്നെ ഉടമ്പടി ചെയ്യുന്നതിനോട് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതായി. രണ്ടാമത് വീണ്ടും വെച്ചു. വീണ്ടും വിസ റിജക്റ്റായി. 2 തവണ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് ആലോചിക്കുക. അപ്പം 2 ദിവസം റിജക്റ്റായി. ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഞാനങ്ങനെ 3ാമത് വെക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉടമ്പടി ട്രാക്കിലാക്കാൻ തുടങ്ങി. പത്രങ്ങളെല്ലാം അതിനു മുമ്പ് ഞാൻ മിച്ചേരുന്ന പത്രങ്ങളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിനു മുമ്പേ കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്തുള്ള കാരുണ്യഭവനിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. കൂടുതൽ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ പുതിയൊരു ഇതെനിക്ക് തോന്നിയത്, അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലും അച്ഛൻ പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസം പറയണേ. ആ ഓരോ കാര്യങ്ങളും ഞാൻ ബുക്കിൽ പോയിൻ്റായിട്ട് എഴുതാൻ തുടങ്ങി. വചനങ്ങൾ ആ കോട്ട് സഹിതം എഴുതാൻ തുടങ്ങി. അതെല്ലാം എന്നോട് പറയാനുള്ള കാര്യം, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ മുഴുവൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വേറൊരു ദിവസം അച്ഛൻ മുഴുവൻ പറഞ്ഞത് ഓവറായിട്ട് നിരാശപ്പെട്ട അയ്യോ എല്ലാം പോയി എന്നും പറഞ്ഞ് നിൽക്കുന്നവരോട് പറയാനുള്ള കാര്യമാണ്. ഞാനിങ്ങനെ മുഖം ഭയങ്കര സങ്കടപ്പെട്ടിരുന്നപ്പോൾ അച്ഛൻ കറക്റ്റ് എന്നെ നോക്കി പറയുന്ന പോലെ പറയുകയാണ്, നീ മുഖം ഇങ്ങനെ വെച്ച് ഇരിക്കരുത്, നീ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ ദൈവത്തെ ഈശോയുടെ വചനങ്ങൾ കേൾക്കാനിരിക്കുക, അപ്പം നല്ല സന്തോഷത്തോടെ വേണം ഇരിക്കാനെന്ന്. അപ്പം തൊട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ഉടമ്പടി ചെയ്താൽ മതി, ഇനി ഉടമ്പടി കൃത്യമായി ഞാൻ ചെയ്താൽ മതി, ഈ കാര്യം ഞാൻ വിട്ടേക്കാം. അങ്ങനെ ഇത് ഞാൻ വിട്ടു. ഇനി 3ാമതും കൂടെ വെച്ചേക്കാം, വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെ പോയി. 3ാമത് ഞാൻ വിസയ്ക്ക് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അപ്പം ഞാൻ ചെന്നപ്പം ബാംഗ്ലൂരായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഉടമ്പടിയിൽ ഞാൻ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് അടയാളം തരണം. ഇതിനു മുമ്പ് ഇങ്ങനെ അടയാളമൊന്നും എനിക്ക് അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവരുടെയും പേപ്പറുകൾ കൊണ്ടുപോകുന്നത്
എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, നീല ഫയൽ, പച്ച ഫയൽ എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നീലയും പച്ചയൊന്നും ഇല്ലെങ്കിലും ആർക്കും കിട്ടാത്തൊരു വെറൈറ്റി കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഫയലിലാണ് എൻ്റെ പേപ്പറെല്ലാം കൊണ്ടുപോയത്. അപ്പോഴും അന്നേരവും ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഫയൽ തുറന്ന് അതിനകത്തിട്ടു. അതിനെന്നെ അവർ വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇനി ഇതിൻ്റെ പേരിൽ വല്ലതും വരുമോ? എന്നാലും സാരമില്ല, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്കൗട്ട് ആവേണ്ടതാണ്, അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ അതിനകത്ത് ഉപ്പിട്ടു കൊടുത്തു. ലാസ്റ്റ് 45 ദിവസം കഴിഞ്ഞിട്ട് വരേണ്ടതാണ്. പിന്നെയും പാസ്പോർട്ട് വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാറായിട്ടില്ല, പക്ഷെ ഞാനിവിടെ പത്രം മേടിക്കാനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ലേറ്റായപ്പോൾ അവർ പറഞ്ഞു, മെയ് 5 വന്നില്ലെങ്കിൽ ഈ ഇൻടേക്ക് പറ്റത്തില്ല, അടുത്ത ഇൻടേക്ക് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടുത്തെ ഫ്രണ്ടിലത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയി ഞാൻ പറഞ്ഞു, അങ്ങയുടെ ദാസിനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ദാസി ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിച്ച് പോകുമ്പോൾ സമാധാനത്തിൽ പോകാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന്, എന്തെങ്കിലും എനിക്കൊരു ആശ്വാസം കിട്ടാൻ എന്തേലും, ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച പോലെ ഇവിടെ വന്ന് ഞാൻ ഇറങ്ങാൻ നേരം ഫോൺ തുറന്ന് നോക്കിയപ്പോൾ മെയിൽ വന്നു, സോയുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് മെയ് 14 ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, അമ്മ തന്നതാണെന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ഒരു തിരുനാൾ അല്ലെങ്കിൽ അമ്മയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു അടയാളം വേണമെന്ന്. അപ്പോൾ മെയ് 14 എൻ്റെ പാസ്പോർട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ചുമ്മാ നോക്കാം. നോക്കിയപ്പോൾ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. അപ്പോൾ അത്രയും മതി, ഇത്രയും മതി, എനിക്കിതിൽ കൂടുതൽ എനിക്ക് ഉറപ്പൊന്നും വേണ്ട, ഇനി കിട്ടിയില്ലേലും പോട്ടെ, സാരമില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് 14 ഞാൻ രാവിലെ കാരണഭവനിൽ പോയി അവരുടെ അടുത്ത് പോയി ഇരുന്ന് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ കൊറിയർ പാസ്പോർട്ട് മേടിച്ചു. അതിൽ 7ാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 7ാമത്തെ പേജിൽ ഉപ്പിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെ. കാര്യം അത് പറയാൻ കാര്യം, 2 തവണ റിജക്റ്റായ വിസ 3ാമത്തെ തവണ, അത് 2ാമത്തെ തവണ റിജക്റ്റ് ആയത് കാലാവധി കഴിഞ്ഞു, അതായത് വാലിഡിറ്റി കഴിഞ്ഞെന്നും പറഞ്ഞാണ് സർട്ടിഫിക്കറ്റിൻ്റെ. 3ാമത്തെ തവണ അതേ ഇത് തന്നെ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നുകൊണ്ട് മാത്രമാണ്, അല്ലെ ഒരിക്കലും കിട്ടില്ല, എന്തുറപ്പിൻ്റെ മേലിലാണ് ഞാൻ പിന്നെ അത് വെക്കേണ്ടത്. അങ്ങനെ തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന കാലത്തൊട്ട് ഭയങ്കര മൈഗ്രെയിൻ്റെ പ്രോബ്ലം ആയിരുന്നു. പഠിക്കുമ്പോഴും ഇങ്ങനെ വെയിലത്തൂടെയൊക്കെ ഒരുപാട് സഞ്ചരിക്കുമ്പോഴൊക്കെ തലവേദന കാരണം ഒന്നും പറ്റില്ല, ഫോൺ നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ എഴുതിയിട്ടൊരു നിയോഗമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെ വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ അഖണ്ഡജപമാല റാലിക്കും അതുപോലെ മാതാവിനെ ഇവിടെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ വന്നപ്പോൾ നല്ല വെയിലത്താണ് വന്ന് നിന്നത്. അപ്പോഴൊന്നും ഒരു തലവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല, മൈഗ്രെയിനുള്ള പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാടുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കോട്ടയം സ്റ്റാൻഡിലാണ് കൊടുക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുക്കും. മിച്ചം വരുന്ന പത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ താമസിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് പൈസ എടുത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇപ്പം തൊട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കാരുണ്യഭവൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള അവിടെ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അഭിഷേകം എന്നല്ല, എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന 3-4 വചനഭാഗങ്ങളുണ്ടായിരുന്നു. പ്രഭാഷകൻ 2:5, അതായത് എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമാനും. അതായത് ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യൻ്റെ സഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അതിൽ പേടിക്കണ്ടെന്ന്, അങ്ങനെ അതിലാണ് ഞാൻ ധൈര്യപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ റോമ 8:18 നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ നിസ്സാരമായി കാണുന്നു. ഈ 2 വചനങ്ങളും എനിക്ക് ഭയങ്കര ശക്തി തന്ന വചനങ്ങളാണ്. ഇത് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനൂടി നന്ദി പറയും. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ,
സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സോന സാബു കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ഉടമ്പടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത്. കാരണം ഉടമ്പടി എടുക്കുവാനായിട്ടുണ്ടായ തീരുമാനം, കാരണം തനിക്ക് ജർമ്മനിക്ക് പോകുവാനുള്ള ഓരോ കാര്യങ്ങൾ ശരിയായിട്ടിരിക്കുമ്പോഴും നിരവധിയായ തടസ്സങ്ങളാണ് ഓരോന്നായിട്ടും കടന്നു വരിക. എന്നാൽ തൻ്റെ കൂട്ടുകാരുടെ ആണെങ്കിലും ജൂനിയറിൻ്റെ സ്നേഹത്തിലൂടെയാണെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് വരികയും, എന്നാൽ ഉടമ്പടി എടുത്ത തീരുമാനം മുതൽ പരിശുദ്ധമ്മയുടെ ഒരു വലിയ ഇടപെടലെന്നോണം ഉണ്ടായ തടസ്സങ്ങൾ മാറി. അത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണിച്ചത്. എന്നാൽ തുടർന്ന് പോകുമ്പോഴും ഉടമ്പടിയിൽ വന്നുപോയ വീഴ്ചകൾ നമുക്കത് ഈ മകളുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഉണ്ടാകുന്നൊരു തിരിച്ചറിവ് തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും ഉടമ്പടിയിൽ ഉറച്ച് ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ എന്തിനാണോ നിയോഗത്തിന് വെച്ചത്, എന്നാൽ ആ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് ഉടമ്പടിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം തന്നെയാണ് മുമ്പോട്ടുള്ള വഴികളിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം പലതവണ വിസ റിജക്റ്റ് ആകുകയും, എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും ഉടമ്പടി ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഒരു അടയാളമായിട്ട് പരിശുദ്ധ അമ്മയുടെയൊക്കെ ഒരു തിരുനാളിൽ തന്നെ എനിക്ക് അത് പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് നൽകണമെന്നൊക്കെ പ്രാർത്ഥിക്കുക ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഭാഗ്യമാതാ തിരുനാളിൽ തന്നെ ആ ഒരു ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ ഒരു അടയാളമായിട്ട് വിസ അത് നൽകുകയൊക്കെ ചെയ്തു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയും അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ പ്രവൃത്തികളിൽ കൂടുതലായിട്ട് വചനം വായിക്കാനാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോഴാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഈ മകളെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ട് അടുപ്പിക്കുവാനും അത് വളരെയേറെ ഉടമ്പടിയോട് ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു ബോധ്യത്തിലേക്കാണ് ഈ മകളെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്തത്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഈ മകളെ കൂടുതലായിട്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മുമ്പോട്ട് പോകുവാനും, കാരണം എന്തിലും എനിക്ക് ആദ്യം ആശ്രയിക്കാനായിട്ട് സാധിക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക ചെയ്തത്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ വചനത്തോട് ചേർന്ന് കൊണ്ടും വചനം മനസ്സിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വചനത്തിന് ഇഷ്ടമായിട്ട് ജീവിക്കാനൊക്കെയായിട്ട് ക്രമപ്പെടുത്തുവാനായിട്ട് തന്നെ വളരെയേറെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഇനിയും ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആവേ മരിയ, അമ്മയുടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്നെ എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് വിദ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് സജി, എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ മോൾ ദിതി, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ടീച്ചർ ആൻറ്റി ഉണ്ടായിരുന്നു. എല്ലാ മാസവും പള്ളിയിൽ വന്ന് വരാറുണ്ട്. ഞാൻ നേർച്ച പൈസയൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 2024 ആദ്യമായിട്ട് അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞങ്ങൾ താമസിക്കുന്ന ഭവനം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് എഴുതി കിട്ടിയിട്ടില്ല. 35 വർഷമായിട്ട് ഞങ്ങൾ അതിൽ താമസിക്കുന്നു. അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് ആ വസ്തു ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഈ തടസ്സങ്ങളെല്ലാം മാറ്റി അതിൻ്റെ മേലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അമ്മയുടെ ഇടപെടൽ കാരണം മാറ്റിത്തരികയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ലോൺ അമ്മ തയ്യാറാക്കി തരികയും അത് പ്രകാരം ഞങ്ങൾക്ക് ആ ഭവനം നേടിയെടുക്കാൻ പറ്റുകയും ചെയ്തു. 35 വർഷമായിട്ട് ഒരു വാടക വീട് പോലെയാണ് ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞത്. അപ്പം അതിനുശേഷം അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഞങ്ങൾക്ക് ആ വസ്തു സ്വന്തമായിട്ട് കിട്ടി. അതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞാൻ
കൊല്ലത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ഒന്നും ഇത്രയും പൈസ കൊടുത്ത് പഠിച്ച് എഴുതാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ചുമ്മാതെങ്കിലും പറയുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പൈസയൊന്നും ചിലവാകാതെ ഞങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിൽ, പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി എന്ന പോലെ നോർക്ക വഴി ജർമ്മനിയിലോട്ട് ഒരു ജർമ്മൻ B1 ലെവൽ വരെ പഠിപ്പിക്കുകയും അവർ തന്നെ സെലക്ഷനാക്കി ജർമ്മനിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ എനിക്കതിന് സെലക്ഷൻ കിട്ടി. അതിൻ്റെ ഇൻ്റർവ്യൂവിനായാലും പരീക്ഷയ്ക്കായാലും അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉപ്പായാലും തൈലമായാലും ഞാൻ ഉപയോഗിച്ചാണ് പോയിരുന്നത്. അതുപോലെ തന്നെ അമ്മ എനിക്ക് നേടിത്തരികയും ഇപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ജർമ്മനിയിൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ എമർജൻസി 15 ദിവസത്തെ ലീവിന് വന്നതാണ് അമ്മയുടെ ഈ സാക്ഷ്യം പറയാനായിട്ട്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് സൗദി എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രഷറും എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഒരു താമസം, ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാരണം എൻ്റെ നിർബന്ധപ്രകാരം പുള്ളി ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരേണ്ട ഒരു കാര്യമുണ്ടായി. അതിനുശേഷം പുള്ളിക്ക് നാട്ടിൽ നല്ലൊരു ജോലി കിട്ടാതായി. പിന്നെ തിരിച്ച് സൗദിയിലോട്ട് പോകാൻ പറ്റാതായി. അതും അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അത്ഭുതകരമായ വിധം പുള്ളിയുടെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വിളിക്കുകയും ഒരു വേക്കൻസി ഉണ്ട്, സജി അങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാവുകയും ഇപ്പോൾ സൗദിയിൽ ഇൻഹാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ എന്ത് കാര്യത്തിന് പോയാലും അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ വെക്കും. അത് എൻ്റെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ കാണും. അമ്മയുടെ തൈലം ഞാൻ എന്നും രാവിലെ തേച്ചിട്ടാണ് പോകാറുള്ളത്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എല്ലാം മരുന്നിന് മുന്നേ ഞാൻ ഈ തൈലമാണ് ഉപയോഗിക്കുന്നത്. ഉപ്പും ഉപയോഗിക്കാറുണ്ട്. ഈ ജർമ്മൻ്റെ എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും, ഇൻ്റർവ്യൂവിനായാലും എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് പോകുന്നത്. അതെനിക്കൊരു ധൈര്യമാണ്. കൊന്ത ഉപയോഗിക്കാറുണ്ട്, അതും എനിക്കൊരു ധൈര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമെന്ന്, ഞങ്ങളുടെ കുടുംബത്തിനെ പൊതിഞ്ഞു പിടിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പത്രം മേടിച്ച് പള്ളി മുറ്റങ്ങളിലും വരുന്ന ആൾക്കാരുടെ അടുത്തും, ഹിന്ദുക്കൾ തന്നെ ആണെങ്കിലും അവരുടെ അടുത്ത് അമ്മയുടെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അവിടുത്തെ ജർമ്മൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെല്ലാം സഹായിക്കാറുണ്ട്. ശരണാലയങ്ങളിലും അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരുന്നിടത്തും എന്നെക്കൊണ്ടാവുന്ന ഒരു തുക ഞാൻ മാസം നീക്കി വെക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ആര് സഹായത്തിന് വന്നാലും വെറും കൈയോടുകൂടി ഞാൻ മടക്കി വിടാറില്ല. എൻ്റെ വീട്ടുകാരായാലും ഞാനായാലും രാവിലെ വചനത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. ബൈബിള് വായിക്കാറുണ്ട്. 91 സങ്കീർത്തനം മുടങ്ങാതെ വായിക്കാറുണ്ട്. വചനം വായിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ച ധ്യാനം കൂടാറുണ്ട്. 1 മണിക്കൂർ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് 1 മണിക്കൂർ സ്വസ്ഥമായിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും കൊന്ത ചൊല്ലാറുണ്ട്. കൊന്തയെല്ലാം പഠിച്ചത് ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നഴ്സിംഗ് പഠിച്ചത്. അന്ന് തൊട്ടേ മാതാവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. അവിടെ ഒരു ചാപ്പൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരികളെല്ലാം കൊന്ത ചൊല്ലുന്ന വഴി ഞാൻ പഠിച്ചതാണ്. അന്ന് ഉടമ്പടി വന്നതിന് ശേഷമാണ് കുടുംബത്തിലും ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അതായത് ഈ ജർമ്മൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലാണ് ഈ ജർമ്മനിയിൽ ഇപ്പോൾ എത്തിപ്പെട്ടത്. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഞാനിവിടെ വന്ന് എത്തിപ്പെട്ടത് ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു. അത് ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് സാക്ഷാത്കരിച്ചത്. ഞങ്ങൾക്ക് എല്ലാം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23 2-ാം വചനമാണ്. നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്കും ജലാശയത്തിലേക്കും നയിക്കുന്നത് പോലെ ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
ഉടമ്പടി മക്കളെ ദൈവമാണ് നയിക്കുന്നത്. പച്ചപ്പുള്ള ആ സ്ഥലം ഒരുപക്ഷെ കൃപാസനം അമ്മയുടെ ഈ സന്നിധിയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ച് ആ പച്ച പുൽത്തകടിയിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാശ്വാസവും സന്തോഷവും സമാധാനവും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. മനസ്സിലെ ഭയങ്ങളും രോഗങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ആവാം ഒരുപക്ഷെ നാം പരിശുദ്ധ അമ്മയുടെ അരികിലെത്തുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും കണ്ണുനീർ തുടച്ച് നമ്മെ തിരിച്ചുവിടുന്ന ഒരമ്മയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ ആശങ്കകളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുടെ വാത്സല്യവുമാണ് നമ്മുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യ എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 35 വർഷത്തോളവും വീട് സ്വന്തം സ്ഥലപ്പേരിലില്ലായിരുന്നു. 35 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത വഴി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും നടത്തിക്കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് ഒരു ജോലിയുടെ കാര്യമാണ്. അതും ഈ മകൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നുമില്ലാത്ത രീതിയിൽ എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലിക്ക് പോകണം, അതമ്മ ക്രമീകരിച്ച് നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നോർക്ക കമ്പനി വഴി പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജർമ്മനിയിൽ ജോലി ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് മെറിറ്റില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മുടെ കഴിവ്, നമ്മുടെ മെറിറ്റില്ലായ്മയാണ്. നമുക്ക് മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം സാധ്യമാണ്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗം വെക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ജർമ്മനിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി നൽകിയത്. അതുകൂടാതെ ഹസ്ബൻഡ് ജോലിക്കാരെ നിയോഗമായി സമർപ്പിച്ചു. സൗദിയിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയും നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് സൂപ്പർവൈസറായിട്ട് ജോലി നൽകിയത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കാരുണ്യവുമൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോഴെല്ലാം ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ ഓരോ കാര്യത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാവും ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനവും. ജർമ്മൻ ഭാഷയിൽ പോലും പത്രം മേടിച്ച്, കൃപാസനം പത്രം മേടിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോവുകയും എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നതിന് പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നത്. അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് ഈ മക്കൾ വന്നിരിക്കുന്നത്. ഇവരെ ഇനിയിപ്പോൾ തിരിച്ച് സൗദിക്കും ജർമ്മനിക്കുമൊക്കെ തിരിച്ചു പോകുമ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ മറന്നില്ല. നന്ദി പറയുന്നത് ഈശോയുടെ അമ്മയുടെ സ്നേഹത്തെ പ്രതിയാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക, അതും മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന, മറ്റുള്ളവരെയും ഈശോയിലേക്കും അമ്മയിലേക്കും അടുപ്പിക്കുന്ന, ദൈവത്തിന് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. അതും മറക്കാതെ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൻ പുറങ്ങളിലേക്ക്, ജലാശയമുള്ള ആ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കുവാനായിട്ട് നമ്മുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ നയിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾക്കും ആ അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിദ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.